കേരള സർക്കാരിൻ്റെ 3 മന്ത്രിമാർ കാട്ടാന ശല്യത്തിൻ്റെ പരിഹാരത്തിന് ഇന്നലെ വയനാട്ടിൽ വന്ന് ഒരു സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി നടത്തിയ കോമാളിത്തരമല്ലാതെ മറ്റെന്താണ്? അവർ പറയുന്നു മഞ്ഞക്കൊന്ന നശിപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. അടുത്തത് രാജേഷ് മന്ത്രിയുടെ ഉപദേശം കാട്ടിനകത്ത് ട്രെഞ്ചും കുളങ്ങളും കുഴിക്കാനായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. 13 കോടി രൂപ ബാലഗോപാൽ വയനാട്ടിലേക്ക് അയച്ചു. ഇതൊക്കെ പറയാൻ ഇത് വയനാട്ടുകാരെ നിങ്ങൾ അപഹസിക്കുകയല്ലേ, കളിപ്പിക്കുകയല്ലേ? എന്താ നിങ്ങൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ കയറി മനുഷ്യനെ ഉപദ്രവിക്കുന്നത് എന്നുള്ളതിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് മനസ്സിലാവുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു രാജേഷ് മന്ത്രി വനാതിർത്തികളിലുള്ള ആളുകളാരും വളർത്തുമൃഗങ്ങളെ വളർത്തേണ്ടതില്ല, അതുകൊണ്ടാണ് കാട്ടുമൃഗങ്ങൾ ആകർഷിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞത്. മന്ത്രി, നിങ്ങൾ ഓർക്കണം, പുൽപ്പള്ളി, മുള്ളംകൊല്ലി 2 പഞ്ചായത്തുകളിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ഇന്ന് ജീവിക്കുന്നത് പശുവിനെ വളർത്തി പാല് വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. അവരുടെ നിത്യജീവിതത്തിൻ്റെ വരുമാന സ്രോതസ്സാണ് പാലെന്നത്. അത് നിർത്താൻ നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഭൂമിയെക്കുറിച്ചോ ആ നാടിനെക്കുറിച്ചോ ആ നാട്ടുകാരെക്കുറിച്ചോ നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവസാനം മാപ്പ് പറയേണ്ടി വന്നത്, അത് പിൻവലിക്കേണ്ടി വന്നത്. കാര്യങ്ങളെ നിങ്ങൾ കാണേണ്ടത് ഇത്തരത്തിലാണോ? ഫെബ്രുവരി മാസമല്ലേ ആയിട്ടുള്ളൂ. ഇനി ഇപ്പോൾ പോലും കബനി നദിയിൽ വെള്ളം പറ്റിയിരിക്കുന്നു. നാട്ടിൽ വലിയ ജലക്ഷാമമാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്യും കഴിഞ്ഞ് 4 മാസം കഴിയണം. ജൂൺ മാസമാകുമ്പോഴേക്കും മഴ കിട്ടിയാൽ ഈ 4 മാസത്തിനിടയിൽ കാട്ടിൽ വെള്ളമില്ല, പുഴയിൽ വെള്ളമില്ല. എന്താ കാരണം? അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ ആലോചിക്കാത്തേ? ഡെക്കൻ പ്ലാറ്റോയിലെ നീലഗിരി ബയോസ്ഫിയറിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ബയോഡൈവേഴ്സിറ്റി സ്റ്റോക്കാണ് നമ്മുടെ വെസ്റ്റേൺ ഗാട്ട്സ്. ഈ വെസ്റ്റേൺ ഗാട്ട്സ് സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ആവണ്ടേ. അതിന് പകരം ആ വെസ്റ്റേൺ ഗാട്ട് തകർക്കുന്നതിന് വ്യാപകമായ ഖനനങ്ങൾ, പാറക്കോറികൾ, മണലൂറ്റ്, കല്ലുവെട്ട്, വ്യവസായങ്ങൾ, ടൂറിസം റിസോർട്ടുകൾ, ഈ എല്ലാ കോമാളിത്തരവും കാണിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഗുജറാത്ത് മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ 6 സംസ്ഥാനങ്ങളിലൂടെ ആണ് ഈ മലനിരകൾ കടന്നു പോകുന്നത്. ഈ മലനിരകൾ ഈ നാടിൻ്റെ 26 കോടി മനുഷ്യരുടെയും ജീവശ്വാസമാണ്, കുടിവെള്ളമാണ്. മനുഷ്യരുടെ മാത്രമല്ല, മനുഷ്യരുടെ 4 ഇരട്ടിയെങ്കിലും വന്യജീവികളും ജന്തുജാലങ്ങളും ഉണ്ടാകും. അവരുടെ എല്ലാം ജീവിതത്തിന് ആധാരമാണ് ഈ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ പശ്ചിമഘട്ടത്തിൻ്റെ ആവാസ വ്യവസ്ഥ. ആ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നവർ ഞങ്ങളാണ്, സർക്കാരാണെന്ന് നിങ്ങൾ പറയണം. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ ഹിന്ദുവിൽ ഞാൻ വായിച്ചു, 1,57,000 ഹെക്ടർ സ്ഥലത്താണ് വനം വകുപ്പ് പ്ലാന്റേഷൻസ് ഉണ്ടാക്കിയത്. 1,57,000 ഹെക്ടർ എന്ന് പറഞ്ഞാൽ ഏകദേശം 4 ലക്ഷം ഏക്കർ സ്ഥലത്ത് വനം വകുപ്പ് പ്ലാന്റേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാന്റേഷൻസ് ഈ വന്യമൃഗങ്ങളുടെ ഉപജീവനത്തെയാണ് മുട്ടിച്ചിട്ടുള്ളത്, അവരുടെ ഭക്ഷണത്തെയാണ് തടഞ്ഞിട്ടുള്ളത്, അവരുടെ കുടിവെള്ളമാണ് തടഞ്ഞിട്ടുള്ളത്. ഇനി വനം വകുപ്പിനെ പോലെ തന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ കാട് വെട്ടിത്തെളിച്ചിട്ടില്ലല്ലേ അവരുടെ പ്ലാന്റേഷൻസ് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. റീഹാബിലിറ്റേഷൻ കോർപ്പറേഷൻ, ഈ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, വനവികസന കോർപ്പറേഷൻ, KFDC, ഇതിങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് ഈ നാട്ടിൻ്റെ സ്വാഭാവിക വനങ്ങൾ, മഴക്കാടുകൾ അത് വെട്ടി വെളുപ്പിച്ച് അവിടെയെല്ലാം നിങ്ങൾ പ്ലാന്റേഷൻ ഉണ്ടാക്കുക ചെയ്തിട്ടുള്ളത്. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആരംഭിച്ച എല്ലാ പ്ലാന്റേഷനുകളല്ലാതാക്കി സ്വാഭാവിക വനങ്ങളാക്കി മാറ്റുക. പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ ഈ ലോകം നിലനിൽക്കില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, യുനെസ്കോ എന്തുകൊണ്ടാണ് പശ്ചിമഘട്ടത്തെ ഹെറിറ്റേജ് പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളതെന്ന് ആലോചിക്കൂ. പശ്ചിമഘട്ടത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഇത് നിസ്സാരമായിട്ടുള്ള ജൈവവൈവിധ്യം എന്നത്
ഒരു കേവല ഭംഗിവാക്കല്ല. ഗാഡ്ഗിൽ റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായി അദ്ദേഹം 1986 പിന്നെ അന്നത്തെ ഗവൺമെൻറ് വി എൻ ഗാഡ്ഗിലിനെ പശ്ചിമഘട്ടത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാവുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി ഒരു കമ്മീഷനെ നിശ്ചയിച്ചു. ആ കമ്മീഷൻ്റെ അധ്യക്ഷനായി ഗാഡ്ഗിലിനെ വെച്ചത്. ആ ഗാഡ്ഗിൽ റിപ്പോർട്ടിനകത്ത് ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തി, ആദിവാസി ഊരുകൂട്ടങ്ങളെ ശക്തിപ്പെടുത്തി, വിഭവങ്ങൾക്കനുസരിച്ച് വികസനം എന്ന സങ്കല്പം അത് എല്ലാ തലങ്ങളിലും ചർച്ച ചെയ്ത് ജനായത്തപരമായി പ്രകൃതിക്കിണങ്ങുന്ന, പ്രകൃതിയോടൊപ്പം പോകാവുന്ന വികസന പദ്ധതികൾ ഗ്രാമീണ തലത്തിൽ ഉണ്ടായി വരണം എന്ന നിർദ്ദേശങ്ങളാണ് ഇന്ത്യ ഗവൺമെൻറ്റിന് കൊടുത്തത്. പരിസ്ഥിതി അധിഷ്ഠിതമായിട്ടുള്ള വികസനം എന്ന സങ്കല്പത്തെയാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നത്. അത് ഈ നാടിൻ്റെ സർവ്വതോന്മുഖമായ നിലനിൽപ്പിന് ആധാരമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അതിനെ വളരെ വികൃതമായി ചിത്രീകരിച്ച് അതിനെതിരായി വലിയ ക്യാമ്പയിൻ നടത്തി വി എൻ ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ടിനെ കെട്ടിപ്പൂട്ടി മൂലയ്ക്കാക്കി വെച്ചു. അതിനുശേഷം കസ്തൂരിരംഗനെ വെക്കുന്നു. കസ്തൂരിരംഗനെതിരെ നേരെ വിപരീതമായ റിപ്പോർട്ട് കൊടുക്കുന്നു. ഫലത്തിൽ ഇതിൻ്റെ എല്ലാം ശാപഭാവം അനുഭവിക്കുന്നത് പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തിലെ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ലഭിക്കുന്ന ജീവവായു, നിങ്ങൾ കുടിക്കുന്ന ജീവജലം, ഇത് രണ്ടും നിങ്ങൾ പണം കൊടുത്ത് മേടിക്കുന്നതല്ല, പ്രകൃതിയുടെ ദാനമാണ്. അതിനെ ചീത്തയാക്കാതിരിക്കണം എന്ന ബോധമെങ്കിലും നമുക്കുണ്ടാവണ്ടേ? അതിന് പകരം അതിനെ ചീത്തയാക്കി ഭക്ഷണവും വായുവും വെള്ളവും എല്ലാം മലീമസമാക്കി വിഷമയമാക്കി മാറ്റുന്ന ഒരു സാമ്രാജ്യത്തെ അജണ്ടയ്ക്കകത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നറിയുക. ഈ വിഷയത്തെ, പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ ഒരു വാക്ക് പോലും ഭരണകൂടം ചർച്ച ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. വയനാട്ടിലെ ഈ ദുരിതാവസ്ഥകളിൽ നമ്മൾ കാണേണ്ട ഒരു സംഗതി, ഇതെല്ലാം സംഭവിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ പോലും കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ മൃഗങ്ങൾക്കുണ്ടാവുന്നു, കഴിക്കാൻ ആഹാരമില്ലാത്ത അവസ്ഥ മൃഗങ്ങൾക്കുണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്ക് കാടിറങ്ങി വരേണ്ടി വന്നു. ഈ അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടതിലെ ഒന്നാം പ്രതി സർക്കാരാണ്. അത് സർക്കാർ അംഗീകരിക്കണം. ആ തെറ്റവർ തിരുത്തണം. നാളെ മുതൽ ഞങ്ങളിത് പശ്ചിമഘട്ടം സംരക്ഷിക്കുക എന്ന് ഞങ്ങളുടെ ചുമതലയായി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾ സ്വയം അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിലപാട് അവർ ഇതുവരെ കൊണ്ടു നടന്നിരിക്കുന്ന നിലപാട് മാറ്റണം എന്നുള്ളതാണ് ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഭൂമിയിൽ അപൂർവങ്ങളായ ജൈവവൈവിധ്യ മേഖലയാണ് പശ്ചിമഘട്ടം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിനെ പരിരക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലത്തെ തീരുമാനത്തിൽ എന്താ, ടൂറിസ്റ്റ് റിസോർട്ടുകൾക്ക് നോട്ടീസ് കൊടുക്കും. എങ്ങനെ വന്നു ടൂറിസ്റ്റ് റിസോർട്ടുകൾ? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അനുവാദം കൊടുത്തു? ഏത് മലയുടെ മുകളിലും എന്തും ചെയ്യാവുന്ന തരത്തിലേക്ക് നിങ്ങൾ കെട്ടഴിച്ച് വിട്ടിരിക്കുകയാണ്. അനുഭവിക്കാൻ പോകുന്നത് ചെറുതല്ല, ഭീകരമാണ്. അതുകൊണ്ട് ഈ ഏറ്റവും പ്രയോറിറ്റി കാണിക്കേണ്ടത് മനുഷ്യ സമൂഹത്തോടും പ്രപഞ്ചത്തോടും ഭരണകൂടത്തിന് ഉത്തരവാദിത്വം കാണിക്കാൻ അല്പമെങ്കിലും മനസ്സുണ്ടെങ്കിൽ ചെയ്യേണ്ടത് വെസ്റ്റേൺ ഗാട്ട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനും പദ്ധതിയും ആസൂത്രണം ചെയ്യുക. ഇവിടെ എന്തൊക്കെയോ നിയമങ്ങളുണ്ട്. ഈ കേന്ദ്ര ഗവൺമെൻറ്റിനോ കേരള ഗവൺമെൻറ്റിനോ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമമോ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല. ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ടത് അതാണ് എന്നാണ് ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നേരെ മറിച്ച് സംസ്ഥാനത്ത് പാടം സംരക്ഷിക്കാൻ നിയമമുണ്ട്, പിന്നെ കടലോരങ്ങൾ സംരക്ഷിക്കാൻ നിയമമുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ആ നിയമമൊന്നും നടപ്പാക്കില്ല എന്ന് മാത്രം. നടപ്പാക്കാതെ അവിടെയൊക്കെ എന്ത് കൈക്കൂലിയും കാതുകുത്തും കൊടുത്ത് എന്ത് തരത്തിലുള്ള അഴിമതിയും നടത്തിക്കൊണ്ടു പോകുന്ന സ്ഥിതി നമ്മൾ കാണുന്നു. ഇത് നിസ്സാരമല്ല. നമ്മുടെ ഇപ്പോൾ കൃഷി ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നാണ്യവിളകൾ കൃഷി ചെയ്യുന്ന, കാപ്പി ഉണ്ടാക്കുന്നവനാണെങ്കിലും കുരുമുളക് ഉണ്ടാക്കുന്നവനാണെങ്കിലും തേയില ഉണ്ടാക്കുന്നവനാണെങ്കിലും ഏലം കൃഷി ചെയ്യുന്നവനാണെങ്കിലും ഇവരെല്ലാം കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള വലിയ മാറ്റത്തെ തുടർന്ന് ഒരിഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുകയാണ്. അവിശ്വസനീയമായ രീതിയിലുള്ള മഴ പെയ്യുന്നു, അതിഭീകരമായ വരൾച്ച ഉണ്ടാകുന്നു.
കാലാവസ്ഥയെ സംബന്ധിച്ച് ആർക്കും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഈ പശ്ചിമഘട്ടത്തെ സംരക്ഷിച്ചുകൊണ്ട് ഈ പ്രകൃതി നാശത്തെ തടയേണ്ടതാണ് എന്ന തോന്നൽ ഭരണകൂടത്തിനാവട്ടെ, ഉപാസി ഉൾപ്പെടെയുള്ള APK ഉൾപ്പെടെയുള്ള വലിയ കൃഷിക്കാരുടെ സംഘടനകൾക്കാവട്ടെ, പ്ലാന്റേഴ്സിൻ്റെ സംഘടനകൾക്കാവട്ടെ എന്താ തോന്നാത്തത്? തോന്നണ്ടേ? ആദിവാസിക്കുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണ്ടേ? ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ പരിരക്ഷിക്കുന്നതിൽ അവർ കാണിക്കുന്ന സാമാന്യ മര്യാദ, ഒരു വാട്ടർ സോഴ്സ് കണ്ടാൽ ആ വാട്ടർ സോഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതി, പരിരക്ഷിക്കുന്ന രീതി, അത് നിങ്ങൾ കാണണ്ടേ? ഞാൻ പറയുന്നത് വയനാട്ടിലെ കാട്ടാന ശല്യവും വന്യമൃഗശല്യവും തടയണമെങ്കിൽ അടിസ്ഥാനപരമായി ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തിരുത്തുമെന്ന് ഭരണകൂടം സ്വയം പറയണം. എൻ്റെതാണ് തെറ്റ്. യൂക്കാലിപ്റ്റസ് കൊണ്ടുവന്നത്, മഞ്ഞക്കൊന്ന കൊണ്ടുവന്നത്, അക്കേഷ്യ കൊണ്ടുവന്നത്, സ്വാഭാവിക കാടുകൾ വെട്ടിവെളിപ്പിച്ച് പ്ലാന്റേഷൻസ് ഉണ്ടാക്കിയത് സർക്കാർ ചെയ്ത തെറ്റാണ്. ആ തെറ്റ് ഞങ്ങൾ തിരുത്തുന്നു എന്ന് സർക്കാർ സ്വയം തീരുമാനിച്ചും പ്രഖ്യാപിച്ചും കൊണ്ട് അത് തിരുത്തുമ്പോൾ മാത്രമേ ഈ വന്യമൃഗശല്യത്തിൽ നിന്ന് കൃഷിക്കാരെയും സാധാരണ മനുഷ്യരെയും സംരക്ഷിക്കാനാകൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുള്ളൊരു ആർജവം കാണിക്കുക. ഞങ്ങൾ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി, ഏതൊക്കെയോ പാശ്ചാത്യ രാജ്യങ്ങളിലെ, വിദേശ രാജ്യങ്ങളിലെ ആളുകളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ചെയ്തു പോയതാണ്, സോഷ്യൽ ഫോറസ്ട്രിയിൽ ചെയ്തത് തെറ്റിപ്പോയി എന്ന് അഡ്മിറ്റ് ചെയ്യണം. വിദേശ പണം മേടിച്ച് ചെയ്തത് തെറ്റിപ്പോയി എന്ന് അഡ്മിറ്റ് ചെയ്യണം. എന്നിട്ടിപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഗോള താപനത്തിൻ്റെയും കാലത്ത് UNFCCC ഫണ്ട് വാങ്ങിക്കാനും അല്ലെങ്കിൽ WWF ഫണ്ട് മേടിക്കാനും വേണ്ടിയുള്ള പദ്ധതിക്കല്ല പോകേണ്ടത്. നമ്മുടെ ഏറ്റവും വലിയ നിധിയാണ് പശ്ചിമഘട്ടം. ആ നിധിയെ തകർക്കാതെ പരിരക്ഷിക്കാൻ വേണ്ടി ഒന്നും വേണ്ട, നിങ്ങൾ VN ഗാഡ്ഗിൽ റിപ്പോർട്ടൊന്ന് വായിക്കൂ, പഠിക്കൂ. ഗ്രാമപഞ്ചായത്തുകൾക്ക്, ഗ്രാമസഭകൾക്ക് കൊടുത്തുള്ള റോൾ എന്താണ്, ആദിവാസി ഊരുകൂട്ടങ്ങൾക്ക് കൊടുത്തുള്ള റോൾ എന്താണ്, ജനായത്ത പ്രക്രിയയിൽ വിഭവങ്ങളുടെ ഉടമസ്ഥാവകാശവും വിനിയോഗവും എങ്ങനെ വേണം, ഇത്ര വൃത്തിയായി പറഞ്ഞിട്ടുള്ള ഒരു ശുപാർശ ഉണ്ടാവില്ല. അതിനെയാണ് വക്രിച്ച് കോമാളിയാക്കി കാണിച്ച് ഈ നാട് മുഴുവൻ കലാപമുണ്ടാക്കിയ കുറേ ആളുകൾ. തിരിച്ചെടുക്കണം. ഈ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ നാട് നിലനിൽക്കണമെങ്കിൽ ഒരു സ്വയം തിരിച്ചുപോക്കും, ഒരു സ്വയം വിമർശനവും അനിവാര്യമാണ് എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ ഒരു മാറ്റം സാധ്യമല്ല.